ഞാനൊരു പിറന്നാളിന് ചോറുണ്ടപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ചോറ് വിളമ്പി തന്ന ഫോട്ടോ എല്ലാവർക്കും എൻ്റെ ജന്മദിനാശംസകൾ പറഞ്ഞവർക്കൊക്കെ നന്ദി എന്ന് പറഞ്ഞാൽ ഞാൻ ഫോട്ടോ കിട്ടപ്പോൾ തൃശ്ശൂർ ഭാഗത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നേർക്ക് നേരെയാണ് ഇലയിടുക പിറന്നാളിൻ്റെ അന്ന്. അതായത് ജനിച്ച ദിവസം ജനിച്ച വ്യക്തിയും ദൈവത്തെ പോലെ, സാധാരണ ദൈവത്തിന് പൂജിക്കുമ്പോഴാണ് അങ്ങനെ നേർക്ക് നേരെ ഇലയിടുക ഈ ആചാരപ്രകാരം. അപ്പോൾ ജനിച്ച വ്യക്തിയും ദൈവത്തിന് സമാനം എന്ന് പറഞ്ഞാണ് അന്നേ ദിവസം, ജനന ദിവസം. അത് ഇട്ടപ്പോൾ വളരെ മോശം രീതിയിൽ ജാത്യധിക്ഷേപം എന്നൊക്കെ പറയില്ലേ, ഇതൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു നാല് വർഷം മുമ്പത്തെ ഒരു പിറന്നാളിന് എനിക്ക് കിട്ടിയ ഒരു സമ്മാനമാണത്. പക്ഷേ അതും ഞാൻ ക്ഷമിച്ചു. നമ്മൾ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടൊരു കാര്യം ചെയ്യുക. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കലാകാരൻ കാലത്തിൻ്റെ സൃഷ്ടിയാണ്, അധ്യാപകൻ കാലത്തിൻ്റെ സൃഷ്ടിയാണ്, കർഷകൻ കാലത്തിൻ്റെ സൃഷ്ടിയാണ്. അപ്പോൾ ഈ കർഷകനെ പോലെ ആയിരിക്കണം ഓരോ കലാകാരനും. കർഷകൻ എങ്ങനെയാണ് എല്ലാ വിത്തും പാകി എല്ലാം ഭൂമിയെല്ലാം തരിശാക്കി എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് വിത്ത് പാകി ആ സമയത്തായിരിക്കും ഒരു പ്രകൃതി ദുരന്തം വരിക. അപ്പോഴും ആ കൃഷിക്കാരൻ അവിടെ ഇങ്ങനെ കാത്തിരിക്കും അടുത്ത നല്ലൊരു കാര്യത്തിന് വേണ്ടി. ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ആ കൃഷിക്കാരൻ്റെ മനസ്സുപോലെ ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് പുതിയ പുതിയ നല്ല പാട്ടുകൾ പാടാൻ, പുതിയ നല്ല വ്യക്തികളെ കാണാൻ, ഒരുപാട് വലിയ മഹാനുഭാവന്മാരെ കാണാനും അവരെ കാലൊന്ന് തുടങ്ങും. അതിൻ്റെ ഇടയിൽ ഇത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കി. പക്ഷേ ഒരിക്കൽ കൂടെ പറയാം, എനിക്ക് വിഷമമായിക്കോട്ടെ, പക്ഷേ എൻ്റെ വീട്ടിലുള്ള എൻ്റെ ഫാമിലി, എൻ്റെ ഭാര്യയ്ക്ക് അതൊരു വിഷമമായി. അവരുടെ ചിത്രം കൂടെ ആഡ് ചെയ്താൽ ശരിക്കും അതൊരു ഫ്രഷ് ഫോട്ടോ ആണ്. പക്ഷേ അത് ഫേസ്ബുക്കിൽ ഇടുന്ന വ്യക്തികളുടെ എന്താ ഫേസാപ്പോ അങ്ങനെ എന്തൊക്കെ ഒരു കാര്യം. അപ്പോൾ അതും കൂടെ ചെയ്തിട്ട് നമ്മളെങ്ങനെ കൂടുതൽ വികൃതനാക്കാം. ഒരുപാട് വികൃതമായത് എന്താണെന്ന് അനുഭവിച്ച ഒരാളാണ്.